ഹലോ ഫ്രണ്ട്സ്, ChatGPT ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 4 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ പ്രീവിയസ് പാർട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെങ്കിൽ ChatGPT ട്യൂട്ടോറിയൽ എന്ന പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഡ് കോപ്പി, അതുകൂടാതെ തന്നെയുള്ള ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊമോഷണൽ ഐഡിയാസ് നമുക്ക് ChatGPT എടുക്കുക ചോദിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗീവ് മീ ആൻ ഐഡിയ ഫോർ ആൻ വാട്സപ്പ് പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത്. ഒരു വാട്സപ്പ് പ്രൊമോഷൻ ഐഡിയ ആണ് ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് വാട്സപ്പ് ആണല്ലേ. സോ അതുകൊണ്ടാണ് ഞാനിവിടെ വാട്സപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ജനറിക്കായിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, സോ എന്നിട്ട് നമുക്ക് ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം എന്താണ് ChatGPT തരുന്ന ഐഡിയാസ് എന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ChatGPT നമ്മുടെ പ്രൊമോഷണൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന മെസ്സേജ് കണ്ടന്റ് ആണ്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രൊമോഷണൽ ഓഫറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പുതുതായിട്ട് അറൈവ് ചെയ്ത സൺഗ്ലാസിൻ്റെ ഹൈലൈറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് റിഡീം ചെയ്യാനെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇതനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഒരു പ്രൊമോഷണൽ ഐഡി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ ആപ്റ്റായിട്ട് ഇന്ന സാധനം വേണമെന്ന് ChatGPT എടുക്കാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സപ്പോസ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ ഐഡിയാസ് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരത്തെ കൊടുത്ത പ്രോംപ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. ആസ്ക് എ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അണ്ടിൽ യു ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് എ പെർഫെക്റ്റ് കോണ്ടന്റ് പ്രൊമോഷണൽ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോംപ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ChatGPT നമ്മളെടുക്കാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈ പ്രൊമോഷണൽ മെസ്സേജസിൻ്റെ ഐഡിയാസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നാരോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ChatGPT ചോദിച്ച ക്വസ്റ്റ്യൻസിന് നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ കൊടുക്കാം. ഇപ്പം ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് വിത്ത് 2 years ഓഫ് വാറൻറ്റി സ്യൂട്ടബിൾ ഫോർ IT വർക്കിംഗ് പ്രൊഫഷണൽസ്. ഓക്കെ, ഇതാണ് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, ഞാനിതെല്ലാം സ്പെല്ലിങ്ങും കാര്യങ്ങളെല്ലാം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ അടുക്ക ചോദിച്ചിരിക്കുന്നത് ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന്. അപ്പം ഓൾറെഡി IT പ്രൊഫഷണൽസ്, വീഡിയോ എഡിറ്റേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ യൂസിങ് ലാപ്ടോപ്സ് ഓർ കമ്പ്യൂട്ടർ. ഓക്കെ, ഇതാണ് എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ്. പിന്നെ നമ്മുടെ പ്രൊമോഷണൽ പീരീഡാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഇതിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടൈം ഉണ്ടോ അതോ ഇത് ഓൺഗോയിങ് ക്യാമ്പയിൻ ആണോ എന്ന്. ഞാനാണെങ്കിൽ ഓൺഗോയിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്, അടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വാട്സപ്പ് കൂടാതെ പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇനിഷ്യലി ഞാനാണെങ്കിൽ വാട്സപ്പ് ഉള്ളി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ 10% ഡിസ്കൗണ്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് എങ്ങനെ റിഡീം ചെയ്ത് എടുക്കാം എന്നാണ്. അപ്പം ഞാൻ ത്രൂ അവർ വെബ്സൈറ്റ് www.abcd.com. ഓക്കെ, ഞാനത് ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുത്തതാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനത്തുള്ളൊരു മെസ്സേജിങ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്, അതായത് ഫ്രണ്ട്ലി ആണോ വേണ്ടത്, അതൊരു പ്രൊഫഷണലാണോ ക്യാഷ്വലാണോ, എങ്ങനത്തെ ഉണ്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞൊരു ഫ്രണ്ട്ലി മെസ്സേജിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ആണെങ്കിൽ ആൻസർ കൊടുത്തു. അടുത്തതായിട്ട് നമ്മുടെ ഗോൾ എന്താണ് എന്നാണ് ChatGPT ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു അവയർനെസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ സെയിൽസ് ആണോ, വെബ്സൈറ്റ് ട്രാഫിക് ആണോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി സെയിൽസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഗോൾ എന്നത്. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള
പ്രൊമോഷൻസ് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്നാണ് ChatGPT ചോദിച്ചിരിക്കുന്നത്. സോ ഞാനാണെങ്കിൽ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തു. സോ ആ 8 ക്വസ്റ്റ്യൻസ് നമ്മുടെ ചോദിച്ചു. 8 ക്വസ്റ്റ്യൻസിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ChatGPT എന്താണ് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതെന്ന്. സോ നോക്കിയേ, നമ്മുടെ പ്രൊമോഷൻ ഐഡിയ ആണ് ChatGPT ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇത്ര പെട്ടെന്ന് ജനറേറ്റ് ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മുടെ പ്രൊമോഷണൽ ഐഡിയാസ് കംപ്ലീറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ChatGPT ഇപ്പം എന്താണ് ഈ ഐഡിയാസ് കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മുടെ പ്രൊമോഷണൽ ഐഡിയ വാക്ക് ഇൻ സ്റ്റൈൽ വിത്ത് 10% ഓഫ് ഓൺ ആൻറ്റി ഗ്ലെയർ ഗ്ലാസസ്. പിന്നെ എന്താണ് ആ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ കണ്ടൻറ്റ്? വർക്ക് ഇൻ സ്റ്റൈൽ വിത്ത് ആൻറ്റി ഗ്ലെയർ ഗ്ലാസസ്. വേണ്ട ഹലോ IT പ്രൊഫഷണൽസ് കാര്യങ്ങൾ. ആ ഒരു മെസ്സേജിൻ്റെ കറക്റ്റ് ഒരു ഫോമാറ്റും കാര്യങ്ങളും നമ്മൾ കൊടുത്ത വെബ്സൈറ്റ് എങ്ങനെ അത് ആ ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കണം, അങ്ങനെ ടോട്ടലി ഉള്ള ഒരു ഐഡിയ നമുക്ക് ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള A to Z ഐഡിയാസ് കാര്യങ്ങളെല്ലാം ChatGPT ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഐഡിയ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ റീജനറേറ്റ് റെസ്പോൺസ് കൊടുത്താൽ ഏതാണ്ട് അടുത്ത ഐഡിയ ഏതാണ്ട് വിത്തിൻ സെക്കൻഡ്സ് ChatGPT നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ നന്ദു സുരേന്ദ്രൻ സൈനിങ് ഓഫ്.